Good morning and happy Easter. ഇന്ന് ഡേ 2 ആണ് നമ്മുടെ 365 ഡേയ്സ് ചാലഞ്ചിൻ്റെ. അപ്പോൾ ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആൻഡ് പ്രിങ്കിൾസിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ഈ സ്വീറ്റ് ആൻഡ് സേവറി കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഐ റിയലി ഡോണ്ട് നോ ഹൗ ദിസ് ഇസ് ഗോണ ടേൺ ഔട്ട്. പക്ഷേ റിവ്യൂ ചെയ്യുന്നവരെല്ലാവരും പറയുന്നത് നല്ലതാണ്. സോ ലെറ്റ്സ് സീ. ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. കാരണം സ്ട്രേറ്റ് തീയിലോട്ട് വെച്ചാലേ കരിഞ്ഞു പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. ഡബിൾ ബോയിലിംഗ് ആകുമ്പോഴത്തേക്കും താഴെ ഒരു പാത്രത്തിൽ വെള്ളം, അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അറിയായിരിക്കുമല്ലോ, അതിനകത്തായിരിക്കും ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നത്. അപ്പോൾ താഴത്തെ ആവി കാരണം ഇത് മെൽറ്റ്, അപ്പോൾ കരിയാൻ ചാൻസസ് കുറവാണ്. പിന്നെ ഉലാൻസി ഓൾ സെറ്റാണ് ഉപയോഗിക്കാൻ. 100 ഗ്രാം പൊട്ടിച്ചിട്ട് ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ ആക്ച്വലി. നോക്കത്തില്ല കുറച്ചില്ല. എന്തായാലും മെൽറ്റ് ചെയ്ത് നോക്കാം. 40 ഗ്രാമിൻ്റെ ആണ് പ്രിങ്കിൾസ് പാക്കറ്റ്. അപ്പം ഞാനൊരു 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് മേടിച്ചത്. ദ സെലക്ട് ആയിലെന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ചിപ്സ് തികയില്ലോ എന്ന് എനിക്കറിയത്തില്ല, ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ കുഞ്ഞ് ഒരു ടബല്ലേ, അത്യാവശ്യം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഡബിൾ ബോയിലിംഗ് സെറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മെൽറ്റ് ആവട്ടെ. കുറച്ചേ ഉള്ളൂ. നോക്കട്ടെ. ഇത് കുറച്ച് തിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചു കുറച്ച് പാൽ ഒഴിച്ച് കുറച്ച് കൊക്കോ പൗഡർ ഇരിപ്പുണ്ട്, അതും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കും. ഇത് പതുക്കെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചധികം തിക്കാണ്. കുറച്ച് പാലൊഴിക്കുന്ന തന്നെയാണ് നല്ലത്. പാലൊഴിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരുന്നു, നടക്കത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി കുറച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഞാനത് പോർ ചെയ്യാൻ പോവാം. ടബ് ഞാൻ പൊട്ടിച്ചു, കുഞ്ഞു ടബാ. ലെറ്റ്സ് പോർ ഇറ്റ്. ഇനി ഇതങ്ങ് പോർ ചെയ്യാം മൊത്തത്തിൽ. എൻ്റെ കണക്കൂട്ടലുകളൊക്കെ ആസ് യൂഷ്വൽ തന്നെ തെറ്റിയിട്ടുണ്ട്. ഇത് ഒരു 3/4 ഭാഗമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. എന്തായാലും ഇത് ഫ്രീസ് ചെയ്യാം. ഇത്രേ കിട്ടിയുള്ളൂ. ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇൻ്റർനെറ്റിൽ കാണിച്ചു പവർ ഫ്രീസർ മോഡിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാവും. അതെ, ഇതാ സംഭവം. ഓക്കെ, ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഒരു 30 മിനിറ്റ്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും നമുക്കൊരു 2 മണിക്കൂർ വെച്ചിട്ട് നോക്കാം, അതായിരിക്കും നല്ലത്. ചെറിയൊരു പ്രശ്നം. ഇപ്പം വെച്ചിട്ടൊരു 2, 3 എല്ലാം കൂടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ സാധനം സെറ്റായില്ല. എനിക്കറിയാൻ പാടില്ല. എൻ്റെ കണക്കൂട്ടലുകൾ വീണ്ടും തെറ്റിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കുഴപ്പമില്ല, നാളെ രാവിലെ എന്തായാലും സെറ്റാക്കാം. ഈസ്റ്ററായിട്ട് പഴയ ഗുമ്മൊന്നുമില്ല, ഒട്ടും ഗുമ്മില്ല. ചുമ്മാ ഒരു ഇന്ന് ഈസ്റ്റർ എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ആ ഫീലിംഗ് പോലും ഇല്ല സത്യം പറഞ്ഞാൽ. ഇത് എൻ്റെ ടെറസിൽ നിന്നുള്ള സൺസെറ്റ്. നീ സൂം ചെയ്താ 20 ടൈംസ് കിട്ടും. സാംസങ് S23 കൊണ്ട് ഇത്രയും കിട്ടുള്ളൂ. ശരിക്കും കുറച്ച് മഴ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ ചൂടാണ്. നല്ല കാറ്റുണ്ട്. എവിടെയൊക്കെ എന്തോ പടക്കമൊക്കെ ശബ്ദം കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇന്നത്തെ ടാസ്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. മൊത്തത്തിൽ ഫെയിലിയർ ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നിട്ടാണ് ചെറുതായിട്ട്. അത് ഫെയിലിയർ അല്ല, സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നല്ലേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓക്കെ. നാളെ തന്നെ ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യും. ബട്ട് ലൈഫിലെ സ്പാർക്ക് പോയി എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനും നമ്മുടെ അൺപെയ്ഡ് മെൻറ്ററായ ChatGPTയും കൂടെ ചേർന്ന് കുറച്ച് ടാസ്കുകൾ ടാസ്ക് അല്ല, അത് ആക്ച്വലി ചാലഞ്ചാണ്. ഒരു 1 വീക്ക് ചാലഞ്ച്. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു 7 ചാലഞ്ച്, 7 ഡേ ചാലഞ്ച്. നാളെ തൊട്ടായിരിക്കും ഞാനത് പിക്ക് ചെയ്യാൻ പോകുന്നത്. ചാലഞ്ചസ് എന്നാന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒന്നെങ്കിൽ എൻ്റെ ബ്രദറിനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും മിക്കവാറും എടുക്കുന്നത്. അപ്പോൾ എന്നതാ കിട്ടാൻ പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയാൻ പറ്റില്ല. എന്നാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരു ടാങ്ക് ഉള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് ഈ വെയിലത്തുനിന്ന്. ബാക്കി വീഡിയോ ടെറസിൽ നിന്ന് ചെയ്യാതെ ഓടി ഞാൻ താഴോട്ട് വന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ മുകളിൽ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീട്ടിലുള്ളവർ. അപ്പം ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിപ്പോയി. അതാണ് ഞാൻ ഓടി എൻ്റെ മുറിയിലോട്ട് വന്നേ. ഇത് നടുക്ക് തന്നെ ഒരു കുരു. കുറേ നാളായിട്ട് ഇല്ലാതിരിക്കുമായിരുന്നു കുരുവൊന്നും. ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരു ബുക്ക് ഒന്നും വായിച്ചു തീർക്കണം.
കുറച്ചുകൂടെ ഞാൻ വായിച്ചു, ബാക്കിയും കൂടെ വായിച്ച് ഇന്ന് തീർക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ടാസ്കും അങ്ങ് കംപ്ലീറ്റ് ആവും. എന്തായാലും ഡേ 2ലേക്കും ഉള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിൽ ഐ എം റിയലി ഹാപ്പി. അത് പല കാരണങ്ങളാൽ ഇന്ന് ചിലപ്പം മുടങ്ങിപ്പോയേനെ, പക്ഷേ ഇല്ല, ഇന്ന് എനിക്ക് വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് വാശിയോടെ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടു. വീഡിയോ ഇടാൻ പോവുകയാണ്. സോ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. 1 step per day എന്നുള്ള കണക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ എം ടേക്കിംഗ് ദാറ്റ് 1 step. എന്തായാലും നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഐ വിൽ ബി ബാക്ക്. ബൈ.